വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ കട്ട്ലറ്റാണ്, വെജിറ്റബിൾ കട്ട്ലറ്റ്. അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരു സ്ലറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കല്ലാതെ തന്നെ നമുക്ക് ഈ നന്നായിട്ട് നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിങ്ങനെ ഒരു കഷ്ണങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചതെന്നുള്ളത് ഞാൻ പറയാം. ഞാനിവിടെ ഓൾറെഡി ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹാഫ് വേണ്ടി വരില്ല, ഒരു 1.5 ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിലിൽ നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തു. കുറച്ച് ഉപ്പിട്ടിട്ട് എന്നിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും കൂടെ ഞാൻ ഒന്നിച്ചിട്ട് ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നന്നായിട്ട് പൊടിയായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അരിയാം. ഇനി അറിയാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടെ ഈസിയാണ് ഫുഡ് പ്രോസസ്സറിൽ നമുക്ക് നോക്കി നിൽക്കലേ വേണ്ടു. അതുകൊണ്ട് അപ്പം ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സവാള, ഒരു പച്ചമുളക്, ഒരു 1/2 ഇഞ്ച് ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി, ഒരു കൊത്ത് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ഫ്ലേവർ വരും. കറിവേപ്പില ഇതിൽ മസ്റ്റാണ് കേട്ടോ. കോഫി ഹൗസ് സ്പെഷ്യൽ കട്ട്ലറ്റിന് നമുക്ക് വേണ്ടത് ബീട്രൂട്ടും ക്യാരറ്റുമാണ്. ബീട്രൂട്ടും ക്യാരറ്റും ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതേമാതിരി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അതേമാതിരി തന്നെ പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തതാണ്. കണ്ടോ, വളരെ പൊടിയായിട്ട്, എത്ര പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് അരിയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയുക. ഗ്രേറ്റ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, പക്ഷേ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആ ഒരു ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, പിന്നെ നമുക്ക് ഗ്രീൻ പീസ് വേണം. ഗ്രീൻ പീസ് ചില കടകളിൽ കണ്ടിട്ടുണ്ട്, ചില കടകളിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഓപ്ഷണലാണ്, ഞാൻ എന്തായാലും ഉള്ളതുകൊണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ നല്ലത്. ഇരുമ്പുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് ഒതുങ്ങി വരട്ടെ. ഒതുക്കി വന്നാൽ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് മാത്രമേ ഇതിൽ വേവിച്ചിട്ടുള്ളൂ, ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും വേവിച്ചിട്ടില്ല. അപ്പോൾ ബീൻസ് ഞാൻ ഇതുവരെ ആഡ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട്ലറ്റിന് ആവശ്യമുള്ള മൊത്തത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്നിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് പൊടികൾ നല്ല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല ക്രിസ്പായിട്ടും വരും കേട്ടോ. അതാണ് ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുന്നതിൻ്റെ വേറൊരു, അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണമെന്ന് പറഞ്ഞത്.
ഇതിൻ്റെ ഒരു ഇതിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിതിലേക്ക് ഏകദേശം ഒരു വലിയൊരു പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ ഇത്രയും മതി. നമുക്ക് മസാലപ്പൊടികൾ, മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ല ഗരം മസാലയുടെ മണം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ഒരു 1.5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായി കൈ കൊണ്ട് തന്നെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, കൈ കൊണ്ട് മാഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ബാക്കി ഉള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒട്ടും വെള്ളം ഒരുപാടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തീയിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ചീനച്ചട്ടിയിൽ ചെയ്യുമ്പോൾ ഇത്തിരി വലിയ ഗ്യാസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ചീനച്ചട്ടിയിലൊക്കെ നല്ല ക്രിസ്പായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ഇനി ചൂടാറിയ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഒന്ന് കയ്യിൽ പെരുമാറാൻ പറ്റുന്ന ഒരു ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് അതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് രൂപാന്തരപ്പെടുത്താം. ഓക്കെ, അതിനുശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടുകളും എല്ലാം ചൂടാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതാ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ശരിക്കും ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളമാണെങ്കിൽ കണ്ടോ, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റസ്കിൻ്റെ പൊടിയാണ്. റസ്ക് നല്ലോണം മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരണം അതിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി കുക്ക്ഡ് അല്ലേ, അപ്പോൾ നമുക്ക് പിന്നെ അതിന് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ അങ്ങനെ മിക്സ് ചെയ്താൽ മാത്രം മതി. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബോളാക്കി വരണ മാതിരി. ഓക്കെ, ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലറിയൊക്കെ ഉണ്ടാക്കി കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ശരിക്കും ഇന്ത്യൻ കോഫി ഹൗസിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാനിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് അല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കട്ട്ലറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എന്തിനാ വെറുതെ മെനക്കിടുന്നത്? അതൊക്കെ ചെയ്യുന്നത് എക്സ്ട്രാ ജോലിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം പിന്നെ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും പൊട്ടിച്ചിട്ട് കൂട്ടി ചെയ്തെടുക്കാം. പക്ഷേ ഇത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതിൽ മുക്കി കുറച്ച് ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്താലും മതി. ഇപ്പം കണ്ടോ, നല്ല ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് മുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഷേപ്പിൽ വരണമെങ്കിൽ ഇതേപോലെ നമുക്ക് കട്ടർ കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നല്ലൊരു എപ്പോഴും കട്ട്ലറ്റ് കുറച്ച് തിക്കിലുണ്ടാക്കുന്നതാണ് നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. കണ്ടോ, ഇത്രയും തിക്നെസ്സിൽ വരുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്ത് നമ്മുടെ ദോശക്കല്ലില്ലേ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റ് റെഡിയാവും. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറയാതെ നമുക്ക് ഇനി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതേപോലെ കട്ടറുണ്ടെങ്കിൽ കട്ടർ വയ്ക്കുക, അതിലേക്ക് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് വരും. ഓക്കെ, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും.
നന്നായിട്ട് ടൈറ്റിൽ പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ കറക്റ്റ് എന്നാലേ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എക്സസ് ഉള്ളത് നമുക്ക് മേലെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കണ്ടോ? അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തോളൂ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ആ ബ്രെഡ് ക്രംസ് അതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം നമുക്ക് നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ആയിരിക്കും. പ്രസ് ചെയ്ത് താഴ്ത്തണ്ട, പിന്നെയും പരന്നു പോകും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാറ്റി നമുക്കായിട്ടുണ്ട്. പാറ്റിയല്ലോ, കട്ട്ലറ്റ് നമുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സംസാരിച്ച് വന്ന ആവേശത്തിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എന്നാണ് ഉദ്ദേശിച്ചത്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ഓയിലാണ് അവിടേക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ അറിയാലോ, ഞാനെപ്പോഴും വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും എണ്ണ പാനിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ നേരം എടുത്ത് വയ്ക്കാം. ആദ്യത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി അധികം കുക്കാവാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക്ഡ് അല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. തിരിച്ച് മറിച്ചോട്ടിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അല്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ബ്രൗൺ നിറം വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൊണ്ട് റോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് വഴി അവിടെ ഒരു പിങ്ക് സോസ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ കെച്ചപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. സോ നമുക്ക് കെച്ചപ്പ് കൂട്ടി കഴിക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി മെല്ലെ തിരിച്ചിട്ട് ഓരോന്ന് ഇട്ട് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ആയില്ല, കുറച്ചുകൂടെ ക്രിസ്പ് ആവാണ്ടെന്ന് എനിക്ക് തോന്നണം. ഇതേപോലെ നമുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന സമയത്ത് നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പം നീ വാങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈലാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോഴും നല്ല ചൂടുണ്ട്. കണ്ടോ? സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.